വലിയൊരു പ്രസ്ഥാനമാണ്. മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവ് സ്ഥാപിച്ചൊരു പ്രസ്ഥാനമാണ്. ഇതിന് ഭൗതികമായ ഒരു താല്പര്യമില്ല. ഭൗതികമായ എന്തെങ്കിലും കാര്യം കിട്ടുമെന്ന് വിചാരിച്ചതിന് പിന്നെ കൂടും വേണ്ടാരും. അപ്പം കണ്ടില്ലേ, ഉണ്ണിക്കോയ തങ്ങൾ അവരിതിന് ഈ സ്ഥാപനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ടവർ ഈ ഭാഗത്തുള്ള പല ദീനീയായ കാര്യങ്ങൾക്ക് മൂപ്പർ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഓട്ടി ബോസ് മുസ്ലിയാർ നബറുല്ലാഹു മറാത്തിദഹുമ അവരൊക്കെ ഇങ്ങനെ പലതിരിക്കും ഇവിടെ നേതൃത്വം നൽകി. പിന്നെ ഇവിടെ ഇതിന് സ്ഥലം നൽകിയ മാഷ്, അങ്ങനെ തുടങ്ങിയ പലരും അവർക്കൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഹയാത്തുള്ളവർക്ക് അവരുടെ ഹയാത്തിൽ ബാക്കിയുള്ളതായ ഗുണങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, മരണത്തിൻ്റെ ശേഷമുള്ള ഗുണങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, മരിച്ചുപോയവർക്ക് അവരെ ബർസഖിയാവുന്ന ജീവിതത്തിൻ്റെ ഗുണങ്ങൾക്ക് വേണ്ടി, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അത് മാത്രം പ്രതീക്ഷിച്ച് ഇതിലെല്ലാവരും തിന്നാൽ മതി. അല്ലാതെ വേറെ ഭൗതികമായ ഒരു നേട്ടങ്ങളും ഇതുകൊണ്ട് ആരും ഉദ്ദേശിക്കേണ്ട. അതൊട്ട് ആ ഉദ്ദേശിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ നിന്നാൽ ആ പ്രവർത്തനം അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനമായിക്കൊണ്ട് എണ്ണപ്പെടില്ല എന്നുള്ളതാണ്. അതാ പറയാനുള്ളത്. ഉസ്താദന്മാർ അവർ മദ്രസ പഠിപ്പിക്കുന്നത് അവർ ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയല്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് വേറെ പല പണിയുണ്ടാവും. ഇവിടെ ഈ നമ്മൾ കൊടുക്കണ ഈ 10-15 വേണ്ടി വല്ല നിൽക്കേണ്ട ആവശ്യമില്ല. എന്താ അവരെന്താ ആണുങ്ങളല്ലേ, നമ്മളമാർക്ക് ആരോഗ്യമുള്ളവരല്ലേ, അവർക്ക് വേറെ പണി പോയി എടുത്തോളെ. അവർക്ക് മാസത്തിൽ 50 അല്ലെങ്കിൽ 1 ലക്ഷമൊക്കെ ശമ്പളം ലഭിക്കപ്പെടുന്ന ജോലി ചെയ്യാൻ ഉൾക്കും കഴിയും. അവരും അത്ര മണ്ടന്മാരൊന്നുമല്ലല്ലോ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഈ രംഗത്ത് പിടിച്ചിട്ടൊക്കെയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെന്തുകൊണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ ഒരു ബഖിയത്തു ഖൈർ അവരിലുണ്ട്. അതുകൊണ്ട് വലിയ ഭൗതികമായ ഒക്കെ അല്ലാഹു സാധിപ്പിച്ചു തരും. നമ്മൾ കൊടുക്കുന്നത് വാങ്ങിക്കൊണ്ട് ചിരിച്ചു പോവുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, ഇതൊരു പൊട്ടന്മാരാണ് കേട്ടോ, നമുക്ക് ഇറ്റികളെ കൊണ്ട് എന്ത് പണിയെടുപ്പിച്ച മനസ്സിലായില്ലേ, എന്തൊന്നും നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ് വല്ല ഭീഷണിപ്പെടുത്താം, വല്ല അമർത്തിയെടുത്താൽ ഇതൊക്കെ നമുക്ക് കഴിയും. പാവങ്ങളാണ്, വലങ്ങൾ എന്ത് ചെയ്താലും ഒരൊന്നും പറയില്ല. പറയാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ, അവർ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യായതുകൊണ്ടാണ്. ആ മൂല്യങ്ങൾ അത് ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് ഭീഷണി നമ്മളവിടെ അമർന്ന് നിൽക്കുകയാണ്. മനസ്സിലായില്ലേ. അതൊക്കെ നമ്മളെ ഒരു പിന്നെ ജോലിക്കാരായതുകൊണ്ടല്ല നമ്മളെല്ലാം അവർ ബഹുമാനിക്കുന്നത്. അവർ റസൂലുള്ളാഹിനെ ബഹുമാനിക്കുകയാണ്, അള്ളാഹിൻ്റെ ഈ ദീനിനെ ബഹുമാനിക്കുകയാണ്. ഇതിനു വേണ്ടിയാണ് അവർ ഖിദ്മത്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കണ ഈ 10-15 ഒരു വലിയ സംഗതിയായിട്ടല്ല, പക്ഷെ അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരോടും താല്പര്യങ്ങൾക്ക് വേണ്ടി ആരും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട. ഉഖ്റവിയായ വല്ല നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചവരൊക്കെ അതിൽ കൂടി പ്രവർത്തിച്ചോളി. ആ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടുന്ന് പാവപ്പെട്ട ഉസ്താദന്മാരുടെയും നാട്ടുകാരെയൊക്കെ ദുആകളുണ്ടാവും. മരണത്തിൻ്റെ ശേഷമാണെങ്കിൽ ഖബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഹയാത്ത് കാലത്താണെങ്കിൽ മറ്റുള്ള ആഫിയത്ത് പോലത്തെ സംഗതികൾക്കും മറ്റും ഭൗതികമാവുന്ന മറ്റ് സുഖ സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇസ്ലാം എതിർക്കാത്ത ഏത് സൗകര്യമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താനൊക്കെ വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ആ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഓരോരുത്തരും സന്നദ്ധരാവുക. അത് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോടൊക്കെ ഉപദേശിക്കാനും പറയാനുള്ളൂ, അഭ്യർത്ഥിക്കാനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തിന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ.